അപ്പോൾ ദാ ഇന്ന് ശങ്കരി സ്കൂളിലും പോയി, ശ്രീജ ഓഫീസിലും പോയി. ഞാൻ ദാ എൻ്റെ അത്യാവശ്യമുള്ള പണികളൊക്കെ തീർത്തിട്ട് ഞാൻ നേരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോവാട്ടോ. അവിടെ സപ്താഹ വായന നടക്കുവാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഇന്ന് ശ്രീകൃഷ്ണാവതാരമാണെന്നേ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞാൻ സമയം കൂടി വെച്ച് പിടിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ എന്നും നമുക്ക് ഡയറക്റ്റ് ബസ്സില്ല അങ്ങോട്ടേക്ക് കേട്ടോ. ഞങ്ങൾ പിന്നെ പകുതിക്ക് പോയിട്ട് പിന്നെ ഓട്ടോയ്ക്കാണ് അമ്പലത്തിൽ ചെന്നേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നട അടച്ചിട്ടേക്കുമായിരുന്നു പൂജയ്ക്ക്. പിന്നെ പുറത്ത് വായന നടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചു നേരം കേട്ടു. പിന്നെ എന്താ തൃക്കൈവെണ്ണയാണ് ഇവിടുത്തെ മെയിൻ, കണ്ണൻ്റെ അമ്പലം അല്ലേ. അപ്പോൾ തൃക്കൈവെണ്ണ ഒക്കെ റെസിപ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ചുറ്റി വന്നപ്പോഴത്തേക്കും നട തുറന്നു. പിന്നെ അകത്ത് കയറി പൂജയൊക്കെ കണ്ട് വഴിപാടൊക്കെ നടത്തിയത് വാങ്ങിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം അന്നദാനത്തിന് നമ്മൾ ക്യൂവിലോട്ട് കയറി. ഇവിടെ സപ്താഹം ആയതുകൊണ്ട് തന്നെ 7 ദിവസം അന്നദാനം മുടങ്ങാണ്ട് ഉണ്ടാവും കേട്ടോ. അച്ഛനുണ്ടാവും എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം വിളമ്പാനായിട്ട്. ഞങ്ങളപ്പോൾ നല്ല ചൂട് ചോറും സാമ്പാറും കൂട്ടുകറിയും അച്ചാറൊക്കെ വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നേ. പാൽപ്പായസമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ. എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ആളുകൾക്ക് നല്ല ഇടിയാണ് ഈ പായസത്തിന് കേട്ടോ. പക്ഷെ എനിക്കെന്തോ ഇന്ന് കിട്ടി, സൗമ്യക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നു. പിന്നെ നേരെ പോയത് വീട്ടിലോട്ടാണ്. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ വൈകിട്ടേ പോവുള്ളൂ അമ്പലത്തിലോട്ട്. അവിടെ വൈകിട്ടാണ് മറ്റേ കൃഷ്ണാവതാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം കേട്ടോ, ചടങ്ങുകളൊക്കെ. അപ്പം പിന്നെ എന്താ ആമീനെ കുറച്ചു നേരം കളിപ്പിച്ച് ആമയ്ക്ക് പുറത്തിറങ്ങാത്തതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇറക്കിയില്ല. അമ്മക്കാണെങ്കിൽ നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്മക്ക് ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കണമല്ലോ. അപ്പോൾ ദാ വേഗം സ്കൂളിൽ ചെന്നു. അപ്പോഴത്തേക്കും 10 മിനിറ്റ് നമ്മളവിടെ പോസ്റ്റ് ആയിട്ടോ. പിന്നെ എന്താ കുറച്ച് നേരം മൊബൈലൊക്കെ തോണ്ടി അവിടെ ഇരുന്നപ്പോഴത്തേക്കും ബെല്ലടിച്ചു. പിന്നെ പിള്ളേരൊക്കെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് എപ്പോഴുള്ള സ്ഥിരം പരിപാടി തന്നെ പാർക്കിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം കളിച്ചു. കുറച്ച് നേരമല്ല, കുറച്ചധികം നേരമൊക്കെ ഇതുങ്ങൾ കളിച്ചിട്ടോ. അത് നേരെ വീട്ടിലോട്ട് പോയപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.